ഡാം പുതുക്കി പണിയാൻ തടസ്സം നിൽക്കുന്ന തമിഴ്നാട് സർക്കാരിനോടും അതേപോലെ തന്നെ അവിടുത്തെ അണ്ണാച്ചിമാരോടും അണ്ണന്മാരോടുമാണ് പറയാനുള്ളത്. ഈ ഡാം മൂലം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ 5 ജില്ലകളിലെ 99% മനുഷ്യർ മരിക്കും. അത്രയും ജീവൻ ഇവിടെ പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഇവിടെ കേരള സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല, തമിഴ്നാട് സർക്കാരും ജനങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതല്ല, ഇവിടെ ഒരു അപകടം സംഭവിച്ചു. ഇവിടെ അപകടം സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ പല സ്ഥലങ്ങളിൽ അഭിനയിച്ച് കിടക്കുന്ന നടന്മാര് കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇവിടെ കൊണ്ടു കൊടുക്കണം. ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ അപകടം വരാതിരിക്കാനാണ് എല്ലാവരും നോക്കേണ്ടത്. നമ്മുടെ സർക്കാരായാലും തമിഴ്നാട് സർക്കാരായാലും സുപ്രീം കോടതി ആയാലും എല്ലാവരും ഈ മരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മരിച്ചതിന് ശേഷം കോടതി ഇടപെടേണ്ട കാര്യമില്ല, ഇനി സർക്കാരുകൾ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. സുപ്രീം കോടതിനെയോ തമിഴ്നാട് മുഖ്യമന്ത്രിനെയോ കേരള മുഖ്യമന്ത്രിനെയോ കുറ്റം പറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. വിഷയം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഡാം പൊട്ടാതെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് അവർക്ക് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ജില്ലകളിലേക്ക് ആ വെള്ളം അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കേരള സർക്കാർ ഒരു കാരണവശാലും പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കൂല എന്നോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കേരള സർക്കാർ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൽ പുതിയ ഡാം വരുന്നതിനെ എതിർക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇനി നമ്മുടെ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് നോക്കാം. ആദ്യം സംഭവിക്കുന്നത്, ഇപ്പോൾ ഡാം പൊട്ടി എന്ന് തന്നെ വിചാരിക്കുക. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകൽ മുടങ്ങി, പിന്നെ അവർക്ക് വെള്ളമില്ല. പിന്നെ അവരവിടുന്ന് വെള്ളം കൊണ്ടുപോകും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടുന്നവരെയല്ലേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ, കെട്ടണ്ട കെട്ടണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളമെടുക്കൽ തീർന്നു. അത് തമിഴ്നാട്ടിലുള്ളവർ ചിന്തിക്കുക. അതുകൂടാതെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത് പൊട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ പാതിരാത്രിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പൊട്ടണമെന്ന് വിചാരിക്കുക. അത് എപ്പോഴാണ് പൊട്ടണമെന്നും പറയാൻ പറ്റില്ല, കാരണം ഡാമിന്റെ കാര്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, പൊട്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പൊട്ടുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സംഭവിക്കുന്നത് കുറെ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ജീവൻ പോവുക എന്നുള്ള സംഭവമാണ് ആദ്യം സംഭവിക്കുക. അതായത് ആ വെള്ളത്തിന്റെ തള്ളിച്ചിൽ സംഭവിക്കുന്ന വീടുകൾ, അതേപോലെ നമുക്ക് കരണ്ടിന്റെ സംവിധാനം നഷ്ടപ്പെടുന്നു, റോഡ്, അല്ല മൊബൈൽ സംവിധാനം, അതുപോലെ റെയിൽവേ ട്രാക്കുകൾ, അതേപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും സെക്കൻഡ് വെച്ച് തകർന്ന് തീരുകയാണ്. അതായത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്താനുള്ള സമയം ഇവിടെ കിട്ടുന്നില്ല. പൊട്ടിക്കഴിയുമ്പോൾ ഓരോന്നും തകർന്ന് വരിക ചെയ്യുക. അതായത് വലിയ വലിയ പാറക്കെട്ടുകൾ, അതേപോലെ തന്നെ അങ്ങനെ എന്താ പറയാ, മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ മനുഷ്യന്മാർ മരിച്ചു പോകാവുന്ന അവസ്ഥയിലുള്ള ഒരു തള്ളിച്ചയാണ് വരിക ഇത് പൊട്ടിക്കഴിഞ്ഞാൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനുള്ള സംവിധാനം വരെ ഉണ്ടാവില്ല ആ സമയത്ത്. കാരണം ആദ്യമേ തന്നെ മൊബൈലിന്റെ സംഭവങ്ങളും ടവറുകളൊക്കെ നശിക്കുന്നു, കറണ്ടിന്റെ സംവിധാനങ്ങൾ നശിക്കുന്നു. നമ്മളെ ജനങ്ങളെ രക്ഷിക്കാൻ വരേണ്ടവർ തന്നെ ഇതിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കും. പോലീസുകാർ, അഗ്നിശമന സേന, അങ്ങനെയുള്ള പല പല സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം ഈ വെള്ളം പൊട്ടുന്നതിൻ്റെ അതിന്റെ കൂടെ മരിച്ചാണ് ഇങ്ങോട്ട് പോരുക. കാരണം എല്ലാവരും മരണപ്പെടും. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളും, അതേപോലെ തന്നെ ഇപ്പൊ വനത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, കുറെ മരണങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ മനുഷ്യന്റെ ഒരു കണക്ക് മാത്രം എടുത്തിട്ടുള്ളൂ, ഇത്ര ലക്ഷം മനുഷ്യർ മരിക്കും എന്നുള്ളതും ഇത്ര ജില്ല പോകുമെന്നുള്ള കണക്കാണ് എടുത്തേക്കണത്. അതിനകത്ത് മനുഷ്യന്റെ ജീവൻ കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളും ജീവനുകൾ പോകുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ സെക്കൻഡ് വെച്ച് അത് നശിച്ചു പോകുന്നു, വിമാനത്താവളങ്ങൾ നശിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടുന്ന, അതായത് ജനങ്ങളെ രക്ഷിക്കേണ്ട എല്ലാ സ്ഥലങ്ങളും, രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം നശിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്താൻ വരേണ്ട ആളുകൾ മരിക്കുന്നു. ഇതെല്ലാം മിനിറ്റുകൾ വെച്ച് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ ജീവജാലങ്ങളെല്ലാം കടലിന്റെ മുകളിൽ ഇങ്ങനെ മരിച്ച് വീർത്ത് കിടക്കും. മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം കടലിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കുറെ ജീവജാലങ്ങൾ മണ്ണിനടിയിൽ പോവുകയും ചെയ്യും. ആഴ്ചകളും മാസങ്ങളും എടുത്ത് പൊട്ടി അവിഞ്ഞ് മണ്ണായി മാറുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആളുകൾ ഇവിടെ സമ്പാദിച്ചിട്ടാണ് സമ്പാദ്യം. ഇപ്പോൾ പുറത്തുള്ള ആളുകൾ എന്നും ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഇന്ന് ഫോൺ ചെയ്ത് സന്തോഷമായിട്ട് സംസാരിച്ചെല്ലാം വച്ചിട്ട് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്ന് ഈ അപകടം സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്, അല്ലെ പിറ്റേ ദിവസം ഈ അപകടം സംഭവിച്ചെന്ന് അറിയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ സമ്പാദിച്ചിട്ടാണ് കാര്യങ്ങളും എല്ലാം ഇല്ലാതെയാവുന്നു. എത്ര 5 ജില്ലയും കണ്ടാണ് പറഞ്ഞേക്കണത്. അപ്പൊ 5 ജില്ലയിലെ എത്രയോ ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ബന്ധുക്കളെല്ലാം ഈ പോർട്ടലിലൂടെ ഇല്ലാതെയാവുന്നു. ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. ആ സന്തോഷം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയാവുന്നതാണ്. ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയാവുന്നു. ഇത് പൊട്ടിയാൽ തന്നെ ഏറ്റവും ഗുണം ചെയ്യുന്നത്
ആരാണോ ഈ നമ്മുടെ നാട് ഭരിക്കുന്നത് അവർക്ക് തന്നെയാണ്. കാരണം പല രാജ്യങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കോടാനുകോടി രൂപയുടെ സഹായം വരും. അപ്പൊ ഈ സഹായം എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിൽ ജീവിച്ച ആൾക്കാരൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എങ്ങാനും തട്ടിമുട്ടിയൊക്കെ ഒഴുകി വന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് സർക്കാർ പണിത് കൊടുക്കാൻ പോകുന്ന വീട് അന്ന് 2 റൂമായിരിക്കും. 2 റൂം പണിത് കൊടുത്തിട്ട് പറയും ഇതാണ് വീട് എന്നൊരു പേര് കൊടുക്കും. അപ്പൊ എത്ര രൂപയായിരിക്കും ഇതിന്റെ പുറകില് സർക്കാർ അടിച്ചു മാറ്റുക? ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനും ഗുണമുണ്ട്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങൾ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന സ്ഥലവും വീടുകളൊക്കെ നിങ്ങൾ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ചെയ്തു കൊടുക്കുക. ഒരിക്കലും സർക്കാരിന്റെ കൈ കൊടുത്തിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഇതിനു മുമ്പ് ഒരു ചെറിയൊരു സംഭവം വയനാട് നടന്നപ്പോ എന്താ സംഭവിച്ചത്? 700 ചില്ലാൻ കോടിയും കണ്ട് പിരിച്ചു കിട്ടിയിട്ട് നിസ്സാര പൈസക്ക് വീട് കൊടുത്ത ആൾക്കാരെ പറ്റിക്കുക ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ സർക്കാർ ചെയ്യുന്നത്? ഇവരുടെ കയ്യിൽ കോടിക്കണക്കിനൂടെ പൈസ ഇങ്ങനെ പിരിച്ചു വരുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന ഓരോ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വിളിച്ചിട്ട് 50 ലക്ഷം രൂപ കൊടുത്താലും നിസ്സാര കോടിയിൽ ആ പരിപാടി അങ്ങ് തീരും. എന്നാൽ പോലും ഇത്ര കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ ബാക്കി വരും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ചെയ്യാതെ ഈ പൈസയൊക്കെ സർക്കാരിന്റെ കയ്യിൽ പൂത്തി വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി അത് മുൻ സർക്കാർ ചെയ്ത ആൾക്കാർ കണ്ടാണ്. അപ്പൊ ഇതേപോലെ ഇനിയിപ്പോ ഈ ഡാമെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ സർക്കാരിന് അതേപോലെ ഈ കിട്ടേണ്ട ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു അവസരം ജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ഒരിക്കലും. ഡാമെങ്ങാനും പൊട്ടി ഈ 5 ജില്ലകളിലെ ഏതെങ്കിലും ജനങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേരിട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പൊ നിലവിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഈ പല ഇങ്ങനെയുള്ള ഡാം പൊട്ടിയുള്ള അപകടത്തിൽ മരിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവരെ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേരിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതം പഴയതുപോലെ ആക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ സർക്കാരിന്റെ കയ്യിലേക്ക് പൈസ കൊടുത്തിട്ട് ഇവർക്ക് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാക്കാനാണെങ്കിൽ അത് നടക്കൂല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറിയ 2 റൂം കൊടുത്തിട്ട് ഇതാണ് വീട് എന്ന് പറയും. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടിൽ 2 റൂമാണ് വീട് എന്ന് പറയണത്. അതല്ലാതെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് അല്ല അതിന്റെ മുകളിലുള്ളതിനെ അല്ല ഒരു വീട് എന്ന് പറയുന്നത്. ഒരു 400 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ ആയിരിക്കും ഒരു വീട് എന്ന് പറയാം. അപ്പൊ ഇത്ര ആർഭാടായിട്ട് ജീവിച്ച ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ചെറിയ 2 റൂം കൊടുത്താൽ അവർക്ക് അവിടെ കിടക്കാനോ താമസിക്കാനോ സാധിക്കില്ല. അപ്പൊ ജനങ്ങളുടെ പൈസ സർക്കാരിന് കക്കാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. അതേപോലെ ഇതേപോലെ വലിയ അപകടമൊക്കെ സംഭവിച്ച് നമ്മുടെ രക്ഷാപ്രവർത്തനം എന്നും പറഞ്ഞ് കള്ളന്മാര ഏരിയയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഈ സ്വർണ്ണമൊക്കെ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പൈസ പെട്ടി അതേപോലെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ള അങ്ങനെ നോക്കി വരുന്ന കള്ളന്മാരും ഇതിന്റെ ഇടയിലൂടെ വരും. ഇതേപോലെ കളവിനായിട്ട് വരുന്നവരും ഉണ്ട്. അവരെയൊക്കെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും ജനങ്ങൾ ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ഡാമോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടാന്നുള്ളൊരു ഒരു സംഭവം ഇവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഡാം പൊട്ടിയാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് മരിക്കും, ഞാനൊന്നും ജീവിച്ചിരിക്കില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഡാം പൊട്ടി ഇത്രയും ജില്ലകൾ ഇത്ര മനുഷ്യ ജീവനുകൾ നശിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പുതിയ ഡാം പണിയാൻ സമ്മതിക്കുമോ? പിന്നെ കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനായിട്ട് തമിഴ്നാട്ടിനെ സമ്മതിക്കുമോ? ഇതൊക്കെ തമിഴ്നാട്ടുകാരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇവിടെ കേരളത്തിലുള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു അപകടം പറ്റിയിട്ട് അതിനെക്കുറിച്ച് വന്നിരുന്ന വലിയ വലിയ ആളുകളെ കയ്യിലെടുക്കാൻ പാകത്തിനുള്ള വാക്കുകൾ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പൊലിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യുകയാണെങ്കിൽ ഇത് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപകടം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു പോകുക. പെട്ടെന്ന് എന്താ പറയാ, നമ്മുടെ സംവിധാനങ്ങളൊക്കെ നശിക്കുക ചെയ്യുക ഒരു പൊട്ടൽ പൊട്ടിക്കഴിഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ, ആരൊക്കെ മരിച്ചു എന്നറിയാൻ പറ്റില്ല, ആരൊക്കെ ജീവിച്ചിരിക്കണമെന്ന് അറിയാൻ പറ്റൂല, ഇനി ആരൊക്കെ മരിക്കാതെ ജീവശവമായിട്ട് ജീവനുണ്ട് എന്ന ശവമായിട്ട് കിടക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഈ അപകടം വരുന്നതിന് മുമ്പേ ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതല്ലാതെ അപകടം വന്നതിന് ശേഷം കണ്ണീർ ഒഴുക്കാൻ വേണ്ടി ആരും വരാതിരിക്കുക.